പേടിയവനോട് നിൽപ്പുണ്ട്. എന്തു ആദർശ്, നീ എന്നോടൊന്നും മിണ്ടണ്ട. അല്ലെന്തു ഞാൻ പറയണതൊന്നും. ഒന്നും പറയണ്ട. ഇനി നീ എന്നോട് മിണ്ടാൻ വന്ന നിന്റെ ബുക്ക് എന്നുള്ള കാര്യം ഞാൻ ലക്ഷ്മി മാഷിനോട് പറഞ്ഞു കൊടുക്കും. പാടി. സുധീഷേ, സോറിടാ, നീ എന്നോട് ക്ഷമിക്കണം. അപ്പോഴത്തെ ദേഷ്യത്തിൽ ഞാൻ അറിയാതെ ചെയ്തു പോയതാ. സോറി ഡാ. ഞാൻ നിങ്ങളെ ആരെയും പറ്റിച്ചിട്ടില്ലടാ. ഞാൻ നിങ്ങളെ പറ്റിച്ച് ഇന്നേ വരെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? ബേക്കറിയിൽ നിന്ന് പപ്സൊക്കെ അടിച്ചു മാറ്റി തിന്നപ്പോഴൊക്കെ ആദ്യം ഞാൻ നിങ്ങൾക്കല്ലേ തരാറ്? അതെ അതെ. എടാ, ഇനിയെങ്കിലും ഒന്ന് സത്യം പറ, നീയല്ലേ എടുത്തേ? എന്റെ വായിന്ന് വല്ലോ കേക്ക് മാറി. ആടാ, ഞാനാ എടുത്ത്. ഞാനത് വേറൊരാൾക്ക് മറച്ചു വെക്കുകയും ചെയ്തു. എന്തേ? എനിക്കല്ല. ഗുഡ് മോർണിംഗ് ചേട്ടാ. ചേട്ടാ, അത് എൻ്റെ കൂട്ടുകാരൻ്റെ വീട്ടിൽ ഇരിക്കുക. ഞാൻ എന്തായാലും നാളെ അങ്ങോട്ട് എത്തിച്ചേക്കാം. കൂട്ടുകാരുണ്ടാക്കാനല്ലേ ഞാൻ അങ്ങോട്ട് തന്നത്? ആണോടാ? അല്ല, നാളെ എത്ര മണിക്ക് എത്തും? നാളെ ഒരു 9 മണിയാകുമ്പോൾ എത്തിച്ചേക്കാം. 9 മണിക്ക് സാധനം കടയിൽ കിട്ടണം. ഇല്ലെങ്കിൽ ചേട്ടൻ വീട്ടിൽ വരുമായിരിക്കുമല്ലേ? നിന്റെ ബാപ്പ തൈല് പോയത് എൻ്റെ ഒരു പരിചയക്കാരനാ. അതുകൊണ്ട് ഞാൻ നിന്റെ വീട്ടിലോട്ട് വരുന്നില്ല. പകരം നക്സലോട് വരവ് വരുന്നുണ്ട്. അങ്ങോട്ടാ അങ്ങോട്ടാടാ, നിന്റെയൊക്കെ സ്കൂളിലോട്ട്. അതോടെ നിർത്തിക്കും. നിന്നോട് കൂടാ. ഈ മുസീബത്തൊക്കെ മാറുകയാണെങ്കിൽ വല്ലാഹിയാണ് ഒറ്റ നോമ്പ്. മുത്തേ, ഇതിപ്പോ എത്ര രൂപ കിട്ടിയ ഈ പ്രശ്നം തീരും? 600 രൂപ നിന്റെ കാണുവാടാ. ബുക്കിന്റെ വാടകയായിട്ട് കിട്ടിയ 80 രൂപയുണ്ട്. അപ്പോ 600-ന് 80 രൂപ കുറച്ചാ 520. 520 രൂപയുണ്ട്. പ്രശ്നം തീരും. പൈസ കൊടുത്തില്ലേ അയാൾ സ്കൂളിലേക്ക് വരും. അല്ലേടാ? ഉള്ളി ഉണ്ടോ? ഉള്ളി എന്തിനാ? എടാ, ഉള്ളി കക്ഷത്ത് വെച്ച് രാത്രി കിടക്കുവാണെങ്കിൽ രാവിലെ ആകുമ്പോഴത്തേക്കും പനി വരും. പിന്നെ സ്കൂളിൽ പോകണ്ടല്ലോ. അപ്പൊ അയാൾ നിന്റെ വീട്ടിൽ വരും. എന്റെ റബ്ബേ, ഏത് നേരത്താണോ? എടാ സുദർശൻ, എണീറ്റ് പൈസ ചേട്ടാ, എനിക്ക് ഈ മാസത്തെ ശമ്പളം ഇപ്പൊ തരാൻ പറ്റുമോ? ഒന്ന് പോയടാ അവിടുന്ന്. 10ാം ക്ലാസ് പഠിക്കുന്ന നിനക്ക് എന്തെല്ലാം മുൻകൂട്ടി ശമ്പളം? മിണ്ടാടെ പണിയെടുക്കാൻ നോക്ക്. അതെ, കറക്റ്റ് ഡേറ്റിന് കറക്റ്റ് ശമ്പളം ഞാൻ തരും. ഇതുവരെ അത് മുടക്കിയിട്ടൊന്നുമില്ലല്ലോ. മാറിക്കും കൊടു. തിന്ന പാപ്സിന്റെ കണക്കെടുപ്പിക്കരുത് എന്നെ കൊണ്ട്. എന്ത് ചെയ്യും റബ്ബേ? എടാ മുത്തേ, ഞാൻ നാട് വിട്ടാലോ? തുടങ്ങിയവൻ. എങ്ങോട്ട്? മുത്തേ, ഇന്നലെ ലാസ്റ്റ് പീരീഡ് മുതലല്ലേ ബുക്ക് കാണാതായത്? അതെ. അതിന് മുമ്പത്തെ പീരീഡ് ഏതായിരുന്നു? അതിന് മുമ്പത്തെ പീരീഡ് ലാബിലായിരുന്നു. ആളെ പിടികിട്ടിയ? അപ്പോ അതെ, നീ പോണ വഴിക്ക് അമ്പലത്തിൽ കയറി പാൽപ്പായസം നിന്ന് കൊടുത്തേക്കോ. ഇന്ന് നിന്റെ അച്ഛന്റെ പിറന്നാളാ. ഞാൻ പിന്നെ പോയി വാങ്ങിച്ചോളാം. ചെല്ലേ. നീ ആദ്യത്തിന് ആദ്യം വായിച്ചോ? ഇല്ല ചേച്ചി, ആ സിലബസ് ഒക്കെ കഴിഞ്ഞു. എടാ, ഇതൊന്നും വായിക്കുന്നോണ്ട് വലിയ പ്രശ്നമൊന്നുമില്ല. പക്ഷെ ഇത് വീട്ടിൽ കൊണ്ടുവരുന്നത് കുറച്ച് റിസ്ക്കാ. പിന്നെ ഇതിൽ പറയുന്ന മുഴുവനൊന്നും സത്യമല്ല കേട്ടോ. ഇതിന്റെ പൊതി ഫ്രണ്ട് പേജ് അല്ലേടാ കാണണ്ടേ, അവന്റെ പൊതി. മാഷേ, ഇതാ ബുക്ക്. കൃത്യസമയത്ത് തന്നെ തിരിച്ചു തന്നിട്ടുണ്ടേ. ഇനി എന്നെ കുറ്റം പറയരുത്. ശരി.
നീ ഈ പുസ്തകം ഒന്ന് കയ്യിൽ വയ്ക്കും, ഞാൻ ഒന്ന് തൊഴുതിട്ട് വരാം. അല്ലെങ്കിൽ വേണ്ട, നീ ഇത് ബാഗിൽ വെച്ചു. സ്കൂളിലേക്ക് ഞാൻ കൊണ്ടാക്കാം. എന്നാ നിന്റെ വെപ്രാളം കണ്ടാ നിന്റെ കയ്യിലെ ഈ പീസ് അല്ല അശ്ലീല പുസ്തകം ഒന്നും തോന്നില്ലോടാ. ചുമ്മാ ദിവസം കൊണ്ടേക്കേ. പക്ഷെ ആരുടെ കയ്യിലായാലും ഞാനത് പൊക്കും. അവൻ ആരായാലും പിന്നെ അവൻ തീരും. എടി, ഈ ലക്ഷ്മി മാഷ് പറയുന്ന ഈ അശ്ലീല പുസ്തകം എവിടെയെങ്കിലും കിടക്കുന്ന നീ കണ്ടിട്ടുണ്ടാ? കടകളകത്ത് കിടക്കുന്ന ചെറുതായിട്ട് കണ്ടിട്ടുണ്ട്. നീയോ? ഞാനും കടയിൽ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കിടക്കുന്ന കണ്ടിട്ടുണ്ട്. ദേവോടി ലക്ഷ്മി. അയ്യോ, നീരെന്തൊരു ജന്മോടി, പാമ്പ് പിടിച്ചാൽ. ഒരു 520 രൂപ കാണും. നിന്റെ അച്ഛൻ ഗൾഫിലല്ലേ? ഇല്ല മുത്തേ, എൻ്റെ കയ്യിൽ 2 രൂപയുള്ളൂ. പോകാം. ഈ സ്കൂളിലുള്ള എല്ലാവരും ദരിദ്രവാസികളാണ്. എടാ ആകെ പ്രശ്ന. അവന്മാർക്കാണെങ്കിൽ ഞാനാ എടുത്തതിന് സംശയമുണ്ട്. മുത്താണെങ്കിൽ കയ്യിൽ നിന്ന് പോയ പോലെയാ. എത്രയും പെട്ടെന്ന് സാധനം തിരിച്ചെടുക്കണം. എനിക്കിനി വായിക്കൊന്നും വേണ്ട. എടാ, വേറൊരു പ്രശ്നം ഉണ്ടോ? ഇനി എന്താടാ? അത് രാവിലെ കിട്ടിയതാ. എന്നിട്ട് ചുമ്മാ ദിവസം കൊണ്ടേക്കേ. പക്ഷെ ആരുടെ കയ്യിലായാലും ഞാനത് പൊക്കും. അവൻ ആരായാലും പിന്നെ അവൻ തീർന്നു.